നമ്മൾ മലയാളികൾ പലരും ഇന്തോനേഷ്യ ഒരു ദരിദ്ര രാജ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇന്തോനേഷ്യയിലെ നമ്മുടെ ദരിദ്ര രാജ്യത്തെ ഒരു 10 hour ബസ്സിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് സോളോ സുരകാർത്ത എന്ന് പറയും, ഇവിടുത്തെ ട്രാൻസ്മാർട്ടിന് മുമ്പിലാണ്. ഇവിടുന്ന് ഒരു 10 hour എടുക്കുന്ന യാത്രക്ക് 3,60,000 അഥവാ നാട്ടിൽ ഏകദേശം 2,000 രൂപയ്ക്ക് താഴെയാണ് ചിലവ് വരുന്നത്. ആഗ്ര മാസിൻ്റെ VIP സ്ലീപ്പർ ബസ്സാണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളത്. സോ ബസ് ഇപ്പം എത്തും. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് വർക്ക്സ്. സീറ്റിൽ കയറി ഇരുന്നിട്ടോ നമ്മൾ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് മിനിമം റിസോഴ്സ് ആണല്ലോ നമ്മളെ പോളിസി. സോ പില്ലോ ഉണ്ട്, അതേപോലെ നല്ലൊരു ബ്ലാങ്കറ്റ്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബ്ലാങ്കറ്റ് ഉണ്ട്. പിന്നെ അതെ അവിടെ TV സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ഓണാക്കുക എന്നുള്ളത് മനസ്സിലായിട്ടില്ല, അതെല്ലാം നോക്കണം. പിന്നെ അതേപോലെ നമുക്ക് പ്രൈവസി വേണമെന്നുണ്ടെങ്കിൽ ഇത് ക്ലോസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. മൊത്തത്തിൽ നൈസാണ്. ചാർജിങ് സോട്ടുകളിലൂടെ വരുന്നുണ്ട്. കാലത്യാവശ്യം ഉള്ളിലോട്ട് ഇറക്കി വെച്ചിട്ട് നേരെ നീർന്ന് കിടക്കാനുള്ള സൗകര്യം നമുക്കുണ്ട്. അതേപോലെ സീറ്റ് അത്യാവശ്യം വൈഡായിട്ട് ബാക്കിലോട്ടും പോകുന്നുണ്ട്. ഫുൾ ഇങ്ങനെ കിടക്കാം. അടിപൊളി. 2,000 രൂപയ്ക്ക് നമ്മുടെ നാട്ടിൽ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം നമുക്ക് എത്ര ദൂരം ഏത് ഫെസിലിറ്റിയിൽ പോകാൻ കഴിയും എന്നുള്ളത്. 2,000 വരുന്നില്ല എന്നുള്ളതാണ്. മറ്റൊരു പ്രത്യേകത തോന്നിയ ഇതാണ്, നമ്മളെ നല്ല ഹൈറ്റ് എന്നുള്ള ലെഫ്റ്റ് സൈഡും കൂടി നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്. അതും സിംഗിൾ സീറ്റും ചൂസ് ചെയ്തിട്ടുണ്ട്. കപ്പിളൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ ഡബിൾ ഉണ്ട് റൈറ്റ് സൈഡിൽ, അത് ചൂസ് ചെയ്യാം. ഇവിടെ ആണെങ്കിൽ സിംഗിൾ ബെഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ നല്ല വ്യൂ കണ്ടിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ പ്രൈവസിയിൽ പോകാനും കഴിയും. ഏകദേശം മിഡ് നൈറ്റിൽ ഒരു നേരത്തെ ഫുഡും ഇതിൽ ഇൻക്ലൂഡ് ആണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. നമ്മൾ എഴുന്നേൽക്കാൻ കുറച്ച് വൈകിയതുകൊണ്ട് പാർസലെടുത്ത് വണ്ടിയിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ ഇനി നിങ്ങൾ പറയും എങ്ങനെയുണ്ട് ഇന്തോനേഷ്യയിലെ ബസ് യാത്ര എന്നും. ഇന്തോനേഷ്യയിലെ ഇതുപോലത്തെ വെറൈറ്റി കാഴ്ചകൾക്ക് പ്ലീസ് ഫോളോ മല്ലോനേഷ്യ.